ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സബ്ഡീസ് കുക്കിംഗ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അത് നമുക്ക് ചോക്ലേറ്റ് കേക്കിനും അതേപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് രീതിയിൽ എങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നു എന്നുള്ളത് നോക്കാം. ഞാൻ 1 kg മെഷറിങ്ങിലാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്ത് 4 മുട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അതേപോലെ 1/4 കപ്പ് ഓയിൽ, കൊക്കോ പൗഡറിൻ്റെ അളവൊക്കെ ഞാൻ മെഷർ ചെയ്യുന്ന ടൈമിൽ കാണിക്കാം. കൊക്കോ പൗഡർ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കൊക്കോ പൗഡർ, അതേപോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, ബേക്കിംഗ് പൗഡറാണ്. അതേപോലെ വാനില എസൻസ്, 4 മുട്ട. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആദ്യം മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ലതുപോലെ ക്ലീനായ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കണം. 4 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 kgക്ക് 4 മുട്ടയാണ് എടുക്കുന്നത്. ഒരു മെഷറിങ്ങിലായിരിക്കുക നമ്മൾ ചെയ്യുക. അതേപോലെ 1.5 kg ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മുട്ട എടുക്കുക. ഇപ്പോൾ ഞാൻ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുട്ട നല്ലതുപോലെ ഒന്ന് നമുക്ക് ആദ്യം ബീറ്റ് ചെയ്തെടുക്കണം. ഇനി മുട്ട ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ടാണ് ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുട്ട ബീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് അത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബീറ്റർ ഉള്ളത് കൊണ്ട് എനിക്ക് അതിന് എളുപ്പമാണ് കേട്ടോ. മറ്റേത് നമ്മൾ മുട്ട കൈ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്ന ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത് മുട്ടയുടെ ബീറ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ടാണ് ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് അവിടെ എങ്ങനെ ബീറ്റ് ആയിക്കോളും. അതേ സമയം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ അരിച്ചെടുക്കാനും കഴിയും. വളരെ എളുപ്പമാണ് കേട്ടോ. ഈ ബീറ്റുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ വാനില എസൻസും അതേപോലെ തന്നെ 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ബട്ടർ എസൻസ് ഒക്കെ ഉള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇവിടെ ബട്ടർ എസൻസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കാതെ. ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, കേക്കിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് അത് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ അനുസരിച്ച് സ്പീഡ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇപ്പം ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഞാൻ അരിച്ചെടുക്കുന്നതിനായിട്ട് ഒരു ക്ലീനായ ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ക്ലീനായ ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 1 കപ്പ് മൈദയിൽ നിന്ന് 1/4 കപ്പ് മൈദ നമുക്ക് എടുത്ത് മാറ്റണം. കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടുള്ള 1 കപ്പ് മൈദയാണ്. അതിൽ നിന്ന് 1/4 കപ്പ് മൈദ നമ്മൾ ഇതേപോലെ തന്നെ വടിച്ചെടുത്തിട്ട് നമ്മൾ മാറ്റുക കേട്ടോ. കറക്റ്റ് മെഷറിങ് ആയിരിക്കണം. ഇത്രയും മൈദ മാറ്റിയിട്ടുണ്ടെങ്കിൽ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലോട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതാ ഞാൻ 1/4 കപ്പ് എടുത്ത് മാറ്റിയിട്ട് അതേ സെയിം അളവിൽ 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1 kgയുടെ നമ്മൾ ബേസ് തയ്യാറാക്കുമ്പോൾ 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോറാണ്. ഇത് വേണമെന്നുള്ളവർക്ക് ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഒട്ടും നിർബന്ധമില്ല. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യം നമ്മളിത് അരിച്ചെടുക്കണം കേട്ടോ. 3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോഴേ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാ ഭാഗത്തും ഇതേപോലെ മിക്സായി കിട്ടുള്ളൂ. അതേപോലെ തന്നെ കേക്ക് എല്ലാം സോഫ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് 2-3 പ്രാവശ്യം ഇത് നല്ലതുപോലെ അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്ന സ്റ്റെപ്പ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോഴുള്ളൂ നമ്മൾ കേക്കിൻ്റെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി ഇതേപോലെ തന്നെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേ കൊക്കോ പൗഡറും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി കിട്ടുള്ളൂ. ഈ സമയം തന്നെ അതിലോട്ട് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. മുട്ടയിലോട്ട് പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഫ്ലഫിയായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ ചേർത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കണം കേട്ടോ. സ്പീഡ് കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യുകയും ചെയ്യരുത്.
ഓയിലൊന്ന് മിക്സായി കിട്ടിയതിന് ശേഷം നമുക്കിത് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലോട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് സ്പാച്ചില ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പീഡിലൊന്നും മിക്സ് ചെയ്യരുത്. എൻ്റെ സൗണ്ടിന് കുറച്ചൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. അതേസമയം തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കും. പാല് നേരെ ചൂടുള്ളൊരു പാലായിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഈ കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിൽ നേരെ ഒരു ചൂടുള്ള പാൽ, ഒരുപാട് ചൂടായിരിക്കരുത്, എന്നാൽ തണുത്ത് പോയിട്ടുള്ള പാലും ആവരുത്. ഒരു നേരെ ചൂടോടുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് കേക്കിന് കുറച്ചും കൂടി ഡാർക്ക് കളർ കിട്ടാനായിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ നേരെ ചൂടോടുകൂടി, ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇതേപോലെ തന്നെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേശ്ശെ ആയിട്ട് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ബട്ടർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേപോലെ സ്പീഡ് കുറച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പാലും ഞാൻ ചേർത്തിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ടാണ് പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നേരത്തെ ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഈ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഈ മോൾഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിൽ കിട്ടും കേട്ടോ. ഇതിൽ 1 kgൻ്റെ ഒരു ഹൈറ്റിൽ കിട്ടുന്ന ഒരു മോൾഡാണ്. ഇത് 8 ഇഞ്ചൊന്നുമില്ല, ഒരു 6 ഇഞ്ചിൻ്റെ ഒരു കണക്കിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ കേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഹൈറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ ചെറിയ മോൾഡിൽ ചെയ്തെടുക്കുക. ഞാൻ 8 ഇഞ്ചിൻ്റെ മോൾഡ് എൻ്റെ കയ്യിലില്ല, പിന്നെ ഒരു 1.25 മോൾഡാണുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഓവനിലൊന്നുമല്ല സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അതേപോലെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഈ പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളെ ചോക്ലേറ്റ് കേക്കൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോക്ലേറ്റ് സ്പോഞ്ച് ഇതേപോലെ തന്നെ റെഡിയാക്കി നോക്കുക. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തി, അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.